ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു അൺബോക്സിങ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ അക്വേറിയംസ് ഉണ്ടാവില്ലേ, അക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റേണൽ ഫിൽറ്ററാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഏതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുബോ എന്ന് പറയുന്ന കമ്പനിയുടെ അക്വേറിയം ഫിൽറ്ററാണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ് നീട്ടുന്നില്ല, ജസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു യൂസർ മാനുവലാണ്. അത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 സ്റ്റിക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. ഈ സ്റ്റിക്കേഴ്സ് എന്നുണ്ടെങ്കിൽ QC ടെസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. അത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അതിന് 2 യൂസർ മാനുവൽ ഉണ്ട്. നമ്മൾ പുറത്തേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പമ്പ് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇതാണ് പമ്പ്. ഈ പമ്പ് തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്ന് നമുക്ക് പമ്പും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ട്യൂബും. ഈ ട്യൂബ് നമുക്ക് എയർ വലിക്കാനുള്ള ട്യൂബാണ് കേട്ടോ. ഇത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് പമ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ പമ്പ് ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫിൽറ്റർ സെക്ഷൻ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് നമുക്ക് ഫിൽറ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് ഇവിടെയാണ് നമ്മുടെ ഡസ്റ്റും വേസ്റ്റേജും ഒക്കെ അടിഞ്ഞു കൂടുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുറേ നാളുകൾക്ക് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ആവണില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വലിച്ചൂരിയെടുക്കാം. ഇതൊരു ക്ലിപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മുടെ ഫിൽറ്റർ കേട്ടോ. ഈ ഫിൽറ്റർ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ സക്ക് ചെയ്യാണ്ടാകുമ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ള വേസ്റ്റ് എടുത്ത് കളയാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് കാണുന്നുണ്ടോ? ഈ ക്ലിപ്പ് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അടയ്ക്കുക. പരിപാടി കഴിഞ്ഞു. ഇതിന് ശേഷം ഈ മോട്ടറിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർ നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്താൽ മതി. നമ്മൾ പുതിയതായതുകൊണ്ട് റിമൂവ് ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് നാൾ എക്സ്പീരിയൻസ് ആയതിനു ശേഷം റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ട്. ക്ലിപ്പ് ഒന്ന് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഡസ്റ്റ് കയറാണെങ്കിൽ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ വെക്കാം. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യാനുള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എയർ വലിക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചൂരിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ കാണുന്ന പൈപ്പ് കണക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ വലിക്കാനുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നേരെ പോയിട്ട് അക്വേറിയത്തിൽ വെച്ചതിന് ശേഷമാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. ഇനി ഇത് പവറിൽ കണക്ട് ചെയ്യുക. ഈ സെക്ഷൻ നമ്മുടെ ഗ്ലാസ്സുമേ ഒട്ടിച്ച് വയ്ക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അക്വേറിയത്തിൽ ഇപ്പോൾ നമ്മുടെ അക്വേറിയം ഫുള്ള് ഡേറ്റി ആയിട്ടേ ഇരിക്കുന്നത്, ആകെ അഴുക്ക് പിടിച്ചിട്ടാണ്. ഇത് വെച്ചതിന് ശേഷം എന്താണ് ഇതിൻ്റെ ഉള്ള മാറ്റം എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴാണ് പറയുന്നതിലൊരു വിശ്വാസം വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ടെസ്റ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അക്വേറിയത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസ്സുമ്മയാണ് നമ്മൾ ഈ പമ്പ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ പമ്പ് കൊണ്ടുപോയിട്ട് ഗ്ലാസ്സുമ്മ ജസ്റ്റ് വെച്ചാൽ മതി. നല്ല സ്ട്രെങ്ത് ആയിട്ട് തന്നെ ഗ്ലാസ്സുമ്മ പറ്റി പിടിച്ച് നിൽക്കും. നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വളരെ സിമ്പിളാണ്. പിന്നെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറക്കി വയ്ക്കാൻ പമ്പ്. ഇത് സമ്മർസബിൾ ആയതുകൊണ്ട് തന്നെ വെള്ളം കയറുമെന്നോ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഒരു കേസ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടിയിലേക്ക് മുട്ടിച്ച് തന്നെ വെക്കണം. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ അഴുക്ക് എത്രത്തോളം വലിച്ചെടുക്കാൻ പറ്റുന്നു അത് ഏറ്റവും അടിയിലേക്ക് വയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുക. ഇനി നമുക്കിത് എന്താണ് സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സാധനം ഇത് എയർ വലിക്കാനുള്ളതാണ്. അത് പുറത്തേക്ക് തന്നെ ഇടണം. പുറത്തേക്ക് ഇട്ടതിന് ശേഷം അവിടെ നിന്ന് മോട്ടർ ഓൺ ചെയ്യുമ്പോൾ എയർ സക്ക് ചെയ്തിട്ട് ഇതിൽ ഫിൽറ്ററിങ് ആണ് നടക്കുന്നത്. ഇനി നമുക്ക് കറണ്ടുമ്മയ്ക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വെള്ളം വളരെ അഴുക്കാണ്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വളരെ അഴുക്ക് പിടിച്ചതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോണത് നമുക്കൊരു 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എത്രത്തോളം കയറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. നമ്മളിതിന് മുന്നേ ഇങ്ങനത്തെ ഒരു ഫിൽറ്ററൊന്നും നമ്മുടെ അക്വേറിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് അറിയില്ല. ഇനി നമുക്ക് നോക്കാം കേട്ടോ. ഒരു 3 മണിക്കൂർ കഴിഞ്ഞത്. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വെള്ളത്തിൻ്റെ അവസ്ഥയാണ്. ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകളെ മാത്രമാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അറൗണ്ട് 399 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ നമുക്ക് ഇത് ലഭിക്കുന്നത്. ഇൻ കേസ് വല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ 350 രൂപ നിരക്കിൽ കിട്ടും. അപ്പോൾ ഇത് എന്തുകൊണ്ടും പ്രിഫറബിളാണ് കേട്ടോ. ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാണ് ഞാൻ ഇതിനു മുന്നേ കുറേ അക്വേറിയത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് നല്ല ക്ലിയർ നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് അത്രത്തോളം ക്ലാരിറ്റി മനസ്സിലാവില്ല.
അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ യൂസ് ചെയ്ത് നോക്കാം. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.